ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിക്കെതിരെ താങ്കൾക്ക് പഴയൊരു പേരുണ്ട്, ആ അവസ്ഥ തന്നെ തുടരരുത് എന്ന് പറഞ്ഞപ്പോൾ ബി.ജെ.പിയുടെ പല നേതാക്കൾ അവരുടെ സൈബർ വിങ് അപ്പാടെ പപ്പു എന്ന് വിളിച്ച് അധിക്ഷേപിച്ചതിന്റെ തുടർച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നാവിൽ നിന്നുണ്ടായി എന്നത് ഏറെക്കുറെ ഞെട്ടിക്കുന്ന ഒരു വസ്തുതയായിരുന്നു. കാരണം അദ്ദേഹത്തിന് അത്തരം പ്രയോഗങ്ങൾ നടത്താം, അദ്ദേഹത്തിന്റെ സ്വന്തമായ പ്രയോഗങ്ങളുടെ പ്രതിപക്ഷ നേതാവൊക്കെ അദ്ദേഹത്തിനെതിരെയും പല പരാമർശങ്ങൾ നടത്തുന്നുണ്ടല്ലോ, രാഷ്ട്രീയത്തിൽ അത് സ്വാഭാവികമാണ്. പക്ഷേ എതിർക്കുന്നത് മുഴുവൻ സംഘപരിവാറിനെയാണ്. പക്ഷെ സംഘപരിവാർ വിളിക്കുന്ന പേരാണ് ഓമന പേരായി കണ്ട് ആവർത്തിക്കുന്നത് എന്നതൊരു വിമർശനമായി ഉയർന്നു വന്നു. ഇന്ന് നമ്മൾ ആദ്യം കേട്ടത് സ്മൃതി ഇറാനിയുടെ നാവിൽ നിന്നായിരുന്നു. ഒളിച്ചോടി വന്നതാണ്, അഭയം തേടി വന്നതാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ എന്ന്. അത് പിന്നീട് ബി.ജെ.പിയുടെ നേതാക്കൾ ആവർത്തിച്ചു പല വേദികളിൽ പറഞ്ഞു. ദാ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നു. അപ്പൊ ബി.ജെ.പി പറയുന്ന കാര്യങ്ങൾ അപ്പടി, ബി.ജെ.പി മുന്നോട്ട് വെക്കുന്ന അജണ്ടകൾ അപ്പടി, ബി.ജെ.പി പ്രയോഗിക്കുന്ന അധിക്ഷേപങ്ങൾ അപ്പടി ആവർത്തിച്ച് പറയേണ്ട എന്തു ബാധ്യതയുണ്ട് CPM-നും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. ബി.ജെ.പിക്ക് രാഹുൽ ഗാന്ധിയോടുള്ള വിമർശനത്തിൻ്റെയോ അധിക്ഷേപത്തിൻ്റെയോ ഒരു തലത്തിലേയല്ല സഖാവ് പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചത്. കണ്ണൂരിൽ വന്ന് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം അങ്ങേയറ്റം ചൈൽഡിഷാണ്, അങ്ങേയറ്റം ബാലിശമാണ്. ആ ബാലാരിഷ്ടതയെ രാഹുൽ ഗാന്ധി 50 വയസ്സിലേറെ പ്രായമുള്ള ഒരു മനുഷ്യനാണ്. ആ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോഴും രാഷ്ട്രീയമായി സ്വന്തം ബാലാരിഷ്ടത മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല. രാഷ്ട്രീയത്തിൽ കൺസിസ്റ്റൻ്റായ നിലപാടെടുത്ത് പാർലമെൻറ്റിനകത്തും പുറത്തും പോരാടുന്നതിനപ്പുറത്ത് രാഷ്ട്രീയത്തെ എന്താണ് തൻ്റെ താല്പര്യങ്ങൾക്കനുസൃതമായ രീതിയിൽ ഇടയ്ക്ക് ജോഡോ യാത്ര നടത്തും, ഇടത്ത് കൊളംബിയയിലേക്കോ അമേരിക്കയിലേക്കോ ബ്രിട്ടനിലേക്കോ ഏതെങ്കിലും സുഖവാസ കേന്ദ്രത്തിലേക്ക് വരും, തിരിച്ചു വരും. ഇങ്ങനെയൊക്കെയുള്ള തൻ്റെ അതായത് വളരെ 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 ബാലിശമായ ഒരു രാഷ്ട്രീയ സമീപനം രാഹുൽ ഗാന്ധിക്കുണ്ട്. അതിനെയൊക്കെ മറികടന്ന് രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ ഒരു പ്രതിപക്ഷ പാർട്ടിയെ നയിക്കുന്ന അതിൻ്റെ ഉയർന്ന മാനസിക തലമുള്ള ഒരാളായിട്ട് മാറണം. അങ്ങനെ മാറാതിരുന്നതിൻ്റെ ഒരു സൂചനയാണ് കണ്ണൂരിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം. ഇന്ത്യയിലെമ്പാടും സംസ്ഥാന സർക്കാരുകളെ, സംസ്ഥാന ഭരണാധികാരികളെ ശ്രീ പിണറായി വിജയനെതിരെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെയും വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും രാഹുൽ ഗാന്ധിക്ക് എതിരെ ഉപയോഗിച്ചതുപോലെ ഒരു അധിക്ഷേപം, അതായത് നരേന്ദ്രമോദിക്ക് ബാലാരിഷ്ടതയുണ്ട്, നരേന്ദ്രമോദിക്ക് ബാലിശമായ വാദങ്ങളുണ്ട്, അദ്ദേഹത്തിന് ശിശു സഹജമായ നിഷ്കളങ്കതയുണ്ട് എന്നൊന്നും CPM പറഞ്ഞു കളയില്ലല്ലോ. പക്ഷെ വിമർശനം ഉന്നയിച്ചു. രാഹുൽ ഗാന്ധി പറഞ്ഞതിലും കടുത്ത വിമർശനം ഉന്നയിച്ചു, കുടുംബത്തിനെതിരെ വരെ വിമർശനം ഉന്നയിച്ചു. എന്തായിരുന്നു CPM-ന്റെ മറുപടി? പ്രധാനമന്ത്രിക്കെതിരെ വ്യക്തിപരമായ എന്തെങ്കിലും അപഹാസ്യം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായോ? CPM മിസ്റ്റർ മോഡിയുടെ പ്രസ്താവനയെ കാണുന്നത് മോഡി ടാർഗറ്റ് ചെയ്യുന്ന ഒരു സംസ്ഥാനവും ഒരു മുഖ്യമന്ത്രിയുമാണ് കേരളത്തിലേത്. കേരളത്തെ നരേന്ദ്രമോദി സർക്കാർ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ടാർഗറ്റ് ചെയ്ത നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ അജണ്ടയോടൊപ്പമാണ് കഴിഞ്ഞ കാലത്ത് കേരളത്തിലെ കോൺഗ്രസ്സുകാരും ദേശീയ തലത്തിലുള്ള കോൺഗ്രസ്സുകാരും തന്നത്. ഡൽഹിയിൽ കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക വിഹിതം, കുടിശ്ശിക, കടമെടുക്കാനുള്ള അവകാശം എല്ലാം നിഷേധിച്ചതിനെതിരെ ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടികളെ ആകെ അണിനിരത്തി കേരളം സമരം ചെയ്തല്ലോ. ആ സമരമുഖത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കാനുള്ള ഒരു നിലപാട്, രാഷ്ട്രീയമായ ഒരു വിശാലത എന്തുകൊണ്ട് കോൺഗ്രസ്സുകാർക്കുണ്ടായില്ല? മാധു അവരോടത് ചോദിക്കണം, അല്ലാതെ എന്നോടല്ല ചോദിക്കുന്നത്. നരേന്ദ്രമോദി എന്നും ക്ഷുദ്രവികാരത്തോടെ ആണ് കേരളം സോമാലിയാണെന്ന് പറഞ്ഞാണ്, കേരളം കമ്മികളുടെയും ജിഹാദികളുടെയും നാടാണ് എന്ന് പറയുന്ന ആളാണ് എന്ന് ദേശീയ തലത്തിൽ പ്രചരിപ്പിക്കുന്നതാണ്. നരേന്ദ്രമോദി രാഷ്ട്രീയമായിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശത്രു പട്ടികയിലാണ്. എന്നാൽ ഈ ശത്രുവിനെ എതിർക്കുന്നതിൽ വിട്ടുവീഴ്ച ചെയ്ത് കേരളത്തിനെതിരായിട്ട്, ഇടതുപക്ഷത്തിനെതിരായിട്ട് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ അജണ്ടയുമായിട്ട് പങ്കുവെപ്പ് നടത്തുന്നവരാണ് രാഹുൽ ഗാന്ധി മുതൽ സതീശൻ വരെയുള്ള ആളുകൾ. ആ സതീശന്റെ ഒരു തലത്തിലേക്ക്, അല്ലെങ്കിൽ രാഹുൽ മാക്കൂട്ടത്തെ പോലെയുള്ള ഈ പുതിയ കോൺഗ്രസ്സുകാരുടെ ഒരു തലത്തിലേക്ക് രാഹുൽ ഗാന്ധി നാണം കെട്ട രീതിയിൽ വരുന്നതാണ് നമ്മൾ കണ്ണൂർ പ്രസംഗത്തിൽ കണ്ടത്. അതിനെ വിമർശിക്കണ്ടേ മാധു? അതിന് ഉത്തരം കൊടുക്കണ്ടേ? ആ ചൈൽഡിഷായ വാദങ്ങൾ ദേശീയ തലത്തിൽ പ്രതിപക്ഷ ഐക്യത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരാളുടെ ഭാഗത്തുനിന്നുണ്ടാവാമോ? ശരി.